ഹേ ഹലോ വെൽക്കം ടു ഫാം ജാൻ വ്ളോഗ്. ഇന്ന് നമ്മൾ പോകുന്നത് കല്ലുമക്കായ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് സൺഡേ ആണ്, വീട്ടിലെല്ലാവരും ഉള്ള ഒരു ദിവസമായതുകൊണ്ട് പഴയ അമ്മമ്മയുടെ ഒരു കല്ലുമക്കായ റെസിപ്പി ഒന്ന് റീക്രിയേറ്റ് ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കല്ലുമക്കായ വാങ്ങിക്കാൻ പോകുന്ന ഒരു യാത്രയാണിത്. ഈ റോഡിന്റെ അവസ്ഥ കൊണ്ട് ദ കൃഷ്ണൻ ബി ലൈക്ക് ഇത് കണ്ണൂർ സൗത്ത് റെയിൽവേ ആണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. നമ്മൾ ഇതുവഴി ഞങ്ങൾ കണ്ണൂർ സിറ്റിയിലേക്ക് പോവാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. അവിടെയാണ് കൂടുതലും കല്ലുമക്കായ കണ്ടുവരുന്നത്. അങ്ങനെ അമ്മൂസ് എന്നുള്ള ഒരു സ്റ്റാളിൽ നിന്നും നമ്മൾ കല്ലുമക്കായ വാങ്ങിച്ചു. ഫോർ 1 kilo ഇറ്റ് വാസ് അറൌണ്ട് 300 rupees. അവർ തന്നെ ക്ലീൻ ചെയ്ത് അവർ സെറ്റാക്കി തരും. അത് സെറ്റായി വരുമ്പോഴത്തേക്കും ഒരു 350 gram മാത്രമേ കാണുള്ളൂ. എന്നാലും ഞങ്ങൾക്ക് ഇത് മാത്രം ധാരാളമായതുകൊണ്ട് ഞങ്ങൾ ഇത് എടുത്ത് ഞങ്ങളുടെ വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. അച്ഛന് പിന്നെ ഒരു ഇലക്ട്രിക് കട കണ്ടാൽ അവിടെ കയറാതെ പുറത്തേക്ക് പോകാൻ പറ്റില്ല. അപ്പം നമ്മൾ അവിടെയും കയറി ഞങ്ങൾ ഇതാ ഞങ്ങളുടെ വീട്ടിലെത്തി. ആസ് എ കിഡ് ഞാൻ സ്കൂളിൽ പോകുമ്പോൾ മോസ്റ്റ് പ്രോബബ്ലി എനിക്ക് ലഞ്ച് കൊണ്ടുപോകാറില്ലായിരുന്നു. അപ്പോൾ വീട്ടിൽ വന്നതിന് ശേഷം 4 മണിക്കാണ് എൻ്റെ ലഞ്ച് യൂഷ്വലി ഞാൻ കഴിക്കാറ്. അപ്പോൾ അമ്മൂമ്മ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സ്പെഷ്യൽ എന്തായിരിക്കും എന്ന ചിന്തയായിരിക്കും ഞാൻ സ്കൂളിൽ നിന്നും ഇവിടെ വരുന്ന ഒരു സമയം വരെ എൻ്റെ മനസ്സിൽ. അതിൽ എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ഈ കല്ലുമക്കായ കറി. സോ ആ ഒരു കറി ഇന്ന് അമ്മമ്മേനോട് വെച്ച് തരാൻ പറ്റുമോ എന്ന് നമുക്ക് ചോദിച്ചു നോക്കാം. ആൻഡ് അമ്മമ്മേനെ കൺവിൻസ് ചെയ്ത് നമുക്ക് ഒരു വീഡിയോയും കൂടി എടുക്കാം. അമ്മയുടെ സൈഡിൽ നിന്ന് അമ്മ ഓൾറെഡി ഗീ റൈസും ചിക്കൻ കറിയും റെഡിയാക്കിയിട്ടുണ്ട്. ചിക്കൻ റോസ്റ്റും റെഡിയാക്കിയിട്ടുണ്ട്. എന്നാൽ നമുക്ക് കല്ലുമക്കായുടെ റെസിപ്പിയിലേക്ക് പോകാം. നമ്മളൊരു കറി വെക്കാൻ തുടങ്ങുവാണ്. ആദ്യം തന്നെ 4 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കണം. പിന്നെ അതിൽ കുറച്ച് ചുവന്നുള്ളി വാട്ടാൻ വേണ്ടി ഇടണം. വാടി കഴിയുമ്പോൾ അതിൻ്റെ കൂടെ 4 പച്ചമുളക്, 4 ഉണക്കമുളക് എല്ലാം കൂടെ ചേർത്ത് 1 സ്പൂണ് കൊത്തമ്പരി, കുറച്ച് പെരിഞ്ജീരകം, കുറച്ച് കറിവേപ്പില എല്ലാം ഇട്ടിട്ട് വറക്കണം. കുറച്ച് ഉള്ളിയും വേണം. എല്ലാം കൂടി ഇട്ട് നല്ലോണം വാടി വരുമ്പോൾ അതിൽ 3/4 മുറി തേങ്ങ ചേർക്കണം. ചെറിയ വെച്ച തേങ്ങ അതുകൂടി ചേർത്ത് എല്ലാം കൂടി വറുത്ത് അരച്ചെടുത്തിട്ട് വേണം കറി ഉണ്ടാക്കാൻ. നമ്മളെല്ലാം വീട്ടിലെല്ലാം പണ്ട് കറി ഉണ്ടാക്കാൻ നമ്മൾ കുറേ ആളുള്ളത് കൊണ്ട് നമ്മൾ അനവധി ആളുണ്ട് വീട്ടിൽ. നമ്മൾ 5-8 മക്കളിലുള്ള വീടായിരുന്നു. അന്നേരം പൊരിച്ചാലും എത്തൂല, കല്ലുമക്കായാലും പൊരിച്ചാലും എത്തൂല. അതുകൊണ്ട് നമ്മൾ വറുത്തരച്ച് കറിയെല്ലാം വെക്കും. എൻ്റെ അമ്മയിലെപ്പോൾ ഉണ്ടാക്കുന്നത് അതെല്ലാം കണ്ട് നമ്മൾ പഠിച്ചതാണ്. അതേപോലെ വെച്ച് കൊടുത്ത് കുട്ടികൾക്ക് ശീലമായി, അവർക്കും അത് ഇഷ്ടപ്പെട്ട്. ഇപ്പം അതുകൊണ്ട് അങ്ങനെ തന്നെ വെക്കാറ്. ഇനി തേങ്ങയെല്ലാം ഇട്ട് എല്ലാം കൂടെ വറുത്താറ് നല്ലോണം ചുവക്ക വറക്കണം. വറുത്ത് നല്ല ചുവപ്പ് കളർ വരണം. ചുവപ്പ് കളർ വന്നതിന് ശേഷം ശരിയായിട്ടുണ്ട്. ഇനി അത് നല്ലോണം വറുത്ത് ഇനിയിപ്പം നല്ലോണം അരച്ചെടുക്കണം. അരച്ചെടുത്തതിന് ശേഷം വേണം ബാക്കി പണിയെല്ലാം എടുക്കാൻ. മനസ്സിലെല്ലാം വെക്കുന്ന ചട്ടിയാണിത്. ചട്ടി അടുപ്പത്ത് വെക്കുന്നുണ്ട്. ചട്ടി അടുപ്പത്ത് വെച്ച് അതിൽ കുറച്ച് ചുവന്നുള്ളി, വലിയ ഉള്ളിയല്ല ചെറിയ ഉള്ളി ചേർത്താലേ രുചി ഉണ്ടാവുക. അതുകൊണ്ട് കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞിട്ട് നല്ലോണം വാട്ടണം. അതിൽ 1/2 കഷ്ണം 1/2 ഇഞ്ച് നീളത്തിൽ ഇഞ്ചി എടുക്കണം. 4 പച്ചമുളക് അതെല്ലാം കൂടി നല്ലോണം വാട്ടിയെടുക്കണം. നല്ലോണം വാട്ടണം. അത് വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലോണം വാടി വരുമ്പോൾ അതിലേക്ക് 3 തക്കാളി ചേർക്കണം. എല്ലാം കൂടെ നല്ലോണം വാടി വരുമ്പോൾ എല്ലാം കൂടെ നല്ലോണം വാടി വരണം. അതിൽ 2-3 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണ ഇട്ടിട്ടില്ല. 1/2 ഇഞ്ച് നീളത്തിൽ ഇഞ്ചി അതുകൂടി അരിഞ്ഞ് നല്ലോണം അരിഞ്ഞിട്ട് എല്ലാം കൂടെ ഒന്നായി മൂപ്പിക്കണം. ഇതിൽ 4 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലോണം നല്ലോണം വാട്ടി വരണം.
സ്പൂൺ വെളിച്ചെണ്ണ വാടാൻ വേണ്ടി മാത്രം. അതിൽ കുറച്ച് ഒരു നുള്ള ഉപ്പ് ഇടണം, എന്നാൽ ശരിക്ക് വാടി കിട്ടും വേഗം. ഒരു വീട്ടിൽ നിറയെ കപ്പയിലുള്ളതാണ്, നല്ല വയലും കൃഷിയും കപ്പയിലുള്ളതാണ്. അപ്പം നമ്മളെന്ത് പണിയെടുക്കും, വൈകുന്നേരം കപ്പയിലും കൊണ്ടുവന്നിട്ട് നല്ലോണം പുഴുങ്ങുമ്പോൾ ഈ കറിയ അധികം ഉണ്ടാവുക. നമുക്ക് പതിവായിട്ട് മീൻ കൊണ്ടുവരുന്ന ഒരാളുണ്ട് വീട്ടിൽ, അയാൾ പറഞ്ഞപ്പോൾ കൊണ്ടുതരും. അപ്പോൾ ആ കറിയിൽ നിറയെ മീനും ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. എന്നാലും നമുക്ക് ചില ദിവസം വീട്ടിലെത്തൂല കറി വെച്ചാലൊന്നും. അപ്പോൾ അത്രയാണ്ട് ആരെങ്കിലും പുറത്തുനിന്ന് വരുന്ന കൂട്ടരെല്ലാം വിളിച്ചിട്ട് അച്ഛൻ ചോറ് കൊടുക്കാൻ പറയും. അങ്ങനെയായിരുന്നു നമ്മളെ വീട്ടിലെ സ്ഥിതി. ആര് പുറത്തുനിന്ന് വന്നാലും ഒരിക്കലും ഭക്ഷണം നമ്മളെ വീട്ടിൽ നിന്ന് കൊടുക്കും. കൃഷിയുണ്ട്, ഇഷ്ടംപോലെ കൃഷിയുണ്ടായി, എല്ലാം ഉണ്ട്. നെല്ലുണ്ട്, പയറുണ്ട്, തേങ്ങ ഇഷ്ടം പോലെ ഉണ്ട്. അരച്ചിട്ട് ഈ ലെവലിലേക്ക് ആക്കണം. ഇങ്ങനെ അതിൽ പാകമായിരിക്കണം അരവ്. ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി, അതിലേക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മതിയാവും. അത് മതി. ഒരു കുറച്ച് ഉപ്പ് ഇടണം. അത് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നല്ലോണം വാട്ടണം. ശരിക്കും വാടി വരുമ്പോൾ അതിൽ തക്കാളി ഇടണം. മോള് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്, ചെറിയ മോള് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ എന്ത് പണിയെടുക്കും, വീട്ടിൽ കറി വെച്ചാൽ പുളിങ്കറി മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് വെള്ളരിക്ക പുളിങ്കറിയും ചക്കക്കുരും വെള്ളരിക്കലും പുളിങ്കറി വെക്കുമായിരുന്നു. അതേ ഉള്ളൂ എന്ന് പറഞ്ഞ് മോളെ മുമ്പിൽ ഇത് കൊണ്ടുപോയി കൊടുക്കും, ചോറുണ്ണുമ്പോൾ വെള്ളരിക്ക പുളിങ്കറിയും ചോറും മാത്രം. ഈ കറി വെച്ചിട്ട് ഞാൻ കാണാണ്ട് കൊണ്ട് അടുപ്പം തന്നെ എന്തെങ്കിലും വെച്ച് അടച്ച് വെക്കും. അങ്ങനെ കൊണ്ടുപോയിട്ട് അടുപ്പം തണയുമെല്ലാം അടച്ചു വെക്കും, കാണാനുണ്ട്. പയ്യെ അവള് ചോറുണ്ടിട്ട് എൻ്റെ മുഖത്ത് നോക്കുമ്പോൾ ഞാൻ അത് എടുത്ത് കൊണ്ടുപോയി കൊടുക്കും സർപ്രൈസ് ആയിട്ട്. അങ്ങനെയല്ലേ ആയിരുന്നു. കുട്ടികൾക്ക് അത്രയും ഇഷ്ടമുള്ള കറിയായിരുന്നു. അതുകൊണ്ട് ഇപ്പം ഒക്കെ വെച്ച് കൊടുക്കാന്ന് വെച്ച് പോയി വാങ്ങിയിട്ട് വന്നത്. ആ കല്ലുമ്മക്കായ്, ആ കല്ലുമ്മക്കായ് ഇതിലേക്ക് ചേർക്കണം. 1/2 ഗ്ലാസ് വെള്ളം. ഭക്ഷണം എല്ലാം വെന്ത് കഴിഞ്ഞ് ഇനി എല്ലാം വെന്തെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ അതിലേക്ക് നല്ലോണം ആവുന്നുണ്ട്. കല്ലുമ്മക്കായ് ചേർത്ത് ഇനി കല്ലുമ്മക്കായ് ചേർത്ത് എല്ലാം കൂടെ നല്ലോണം ഒന്ന് വെന്ത് വരുന്ന സമയത്ത് അതിലേക്ക് മസാല ഒഴിക്കണം, അരച്ച് വെച്ചത്. അതിൻ്റെ കൂടെ മസാലയും ചേർത്ത് മസാല ഒഴിക്കണം, അരച്ച് വെച്ച്. അങ്ങനെയില്ലായിരുന്നു പണ്ടത്തെ കാലത്ത് നമുക്ക്. ഇപ്പോൾ കുട്ടികൾക്കെല്ലാം അത് ഓർമ്മ, ഇങ്ങനെ വെച്ച് കൊടുത്തെല്ലാം ആ സമയത്തെ കുട്ടികൾക്കെല്ലാം അത് എങ്ങനെയെല്ലാം ഉണ്ടായിരുന്നല്ലോ എന്നുള്ള ഓർമ്മ വരും. റെഡിയായാൽ കറിയായി. നല്ലോണം പതക്കുന്നുണ്ട്. നല്ലോണം ഇനി പതച്ച് വെന്ത് വരണം. ഈ മസാലയിലെ കഷ്ണത്തിലെല്ലാം പിടിച്ച് വെന്ത് വരണം അതിന്. അപ്പോൾ കറി റെഡിയായി. കുറച്ച് കറിവേപ്പില, മേലെ കുറച്ച് കറിവേപ്പില ഇട്ട് ഒന്ന് ആവണം. പിന്നെ കല്ലുമ്മക്കായ കറി റെഡിയായി. അച്ഛൻ അതിൻ്റെ ഇടയ്ക്കൊന്ന് പുറത്ത് പോയായിരുന്നു. സോ അച്ഛൻ വരാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്തതുകൊണ്ട് ഒരുപാട് ലേറ്റ് ആയിട്ടാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചത്. നെയ്ച്ചോറും ചിക്കൻ കറിയും ആകുമ്പോൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അമ്മമ്മയുടെ ഈ കറി ഒന്ന് സെറ്റായതിനു ശേഷം ഞങ്ങൾ പിന്നെ ഫുഡ് കഴിക്കാൻ തുടങ്ങി. റെസിപ്പി ഒന്നുകൂടി പറഞ്ഞാൽ മതി.
സൂപ്പർ ടേസ്റ്റ്. കല്ലുമ്മക്കായി സൂപ്പർ ടേസ്റ്റ് ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നെയ്ച്ചോറും അടിപൊളി. ഇനി ചിക്കൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് പറയാം. ചിക്കൻ സൂപ്പറായിട്ടുണ്ട്. ഞാൻ തിന്ന വീഡിയോ മാത്രം എടുത്തിട്ടില്ലല്ലോ.